കൂഴച്ചക്കയുടെ പൾപ്പായിരിക്കണത്. ദേ നിങ്ങളൊക്കെ തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ സ്പൂണിൽ. ഈ കൂഴച്ചക്കയുടെ എടുത്ത് വെച്ചിരിക്കുന്ന പൾപ്പ് കൊണ്ട് വാഴ ഇലയിൽ ഇന്നൊരു അട തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. ചക്കയപ്പല്ല, വാഴ ഇലയിൽ അട തയ്യാറാക്കണം. ചക്കയപ്പത്തിൻ്റെ മിക്സ് തന്നെയാണ്, ഇലയിൽ അടയായിട്ടാ ചുടണേന്ന് മാത്രം. അപ്പം ഞങ്ങൾ കുറച്ച് അളവെടുത്തിട്ടില്ല പൾപ്പ് എടുത്ത് വെച്ചത്. അതിനൊരു ചേരുംപടിയായിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് മുഴുവനും വേണ്ട. പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടേച്ച് നോക്കാം കേട്ടോ, പൊടി എന്തോരം വേണമെന്ന് കുറച്ച് ഇട്ടേച്ച് കുഴച്ചേച്ച് നമുക്ക് നോക്കാം. അപ്പം അമ്മയ്ക്ക് ആ പരുവ അറിയാൻ പറ്റും. അതൊക്കെ ഈ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടായിട്ടുള്ള ഇതാട്ടോ. ചക്കയപ്പാണെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കും. ഇപ്പം ഇലയെ പരത്തുമല്ലേ, മധുരത്തിന് ആവശ്യമുള്ള ശർക്കര. ഞങ്ങളുടെ ഈ പൾപ്പ് നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് നല്ല മധുരമുണ്ട് ഈ പൾപ്പിന്. മഴ പെയ്യണതിന് മുമ്പ് എടുത്ത് ശേഖരിച്ച് വെച്ചേക്കണം. മഴ വന്നു കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി മധുരം കുറയൂലേ ചക്കയ്ക്ക്. ഇതിപ്പോൾ നല്ല മധുരമുള്ളതാണ്, അത് കാരണം നമുക്ക് ഇച്ചിരി പൊടി വേണം. ഇതിപ്പോൾ പൾപ്പാണ് മുന്നിൽ നിൽക്കണം. അത് കുഴയ്ക്കുമ്പോൾ അമ്മയ്ക്കറിയാം കൈ കൊണ്ട്. അപ്പോൾ നമുക്ക് പൊടിയും വേണം, അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങയും കൂടെ ചേർക്കാം അല്ലേ. നോക്കാം എങ്ങനെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കണം. ഉച്ച 1:30 ആയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം നല്ല മിക്സ് ആയിട്ടിരിക്കും. ശർക്കര അലക്കും, നമ്മൾ ചീകി ഇട്ടേക്കുമല്ലേ ശർക്കര, പനിയല്ലല്ലോ ചേർത്തേക്കണേ. അപ്പോൾ ആ സമയമാകുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. ഈ പൊടിയും കൂടെ തന്നെ ഇടാം. ഈ പൊടി വേണ്ടി വരും. ഇത് പാടാം മധുരം അത് മതിയാവും, ചേർത്തത് മതിയാവും. അലത്ത് വരുമ്പോൾ നമുക്ക് അറിയാം അത് മതി. മധുരം എന്തായാലും ഒരു മതി. ചക്കയ്ക്ക് മധുരം ഉണ്ടല്ലോ. മധുരമുണ്ട്. തേങ്ങ ഇച്ചിരി ചേർക്കാം കേട്ടോ. തേങ്ങ അങ്ങ് ചേർത്തേക്കാം അല്ലേ, അതായിരിക്കും നല്ലത്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അളവ് എത്രത്തോളം ഓരോരുത്തർക്ക് വേണമെന്നനുസരിച്ച് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്ര ചേർത്താൽ ഇത്രയാവൂന്ന് കണക്കില്ല ഇതിന്. അട ചുടുവല്ലേ, അപ്പോൾ പിന്നെ അത് എന്നിട്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ പരുവം. എന്തേ ചുടാൻ നേരത്തെ പരുവം കാണിക്കും. ഇപ്പം എങ്ങനെ മെൽറ്റായി വന്നില്ലല്ലോ. അതെ, ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ പരുവം വരും, അടയുടെ പരുവം. അന്നേരം നമുക്ക് കാണിക്കാം, അലക്കും. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. തന്നെ അടയാകുമ്പോൾ ഇച്ചിരി മുറുകിയിരിക്കണം, പരത്തിയെടുക്കാനുള്ളതല്ലേ, കൈ കൊണ്ട് തന്നെ പരത്തുമല്ലേ. അപ്പം അങ്ങനെ ഇതൊക്കെ അലത്ത് വരുമ്പോൾ നമുക്ക് ആ സമയം ചുടുന്ന സമയത്ത് കാണിക്കാം. ഇനിയിപ്പോൾ എന്നാന്നോ ശർക്കരയൊക്കെ അതിലേക്ക് യോജിക്കാനായിട്ട് നമുക്കിത് മൂടിയാണ് വെച്ചേക്കാം. അത്രയേ ഉള്ളൂ മിക്സിങ്. പിന്നെ ചുടാൻ നേരത്തെ ഒരു സ്വല്പം ഏലക്കായും സ്വല്പം ജീരകവും പൊടിച്ച് ചേർക്കണം. അത്രയേ ഉള്ളൂ. ഇനി അതങ്ങ് മിക്സായി വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ചോറ് നല്ല പരിപാടിയൊക്കെ നോക്കാം. 1:15 അങ്ങനെ നമ്മൾ കൂഴച്ചക്കയുടെ പൾപ്പ്, തേങ്ങ, അരിപ്പൊടി, ശർക്കര ഇത്രയും ചേർത്ത് ഒരു 1.5 മണിക്കൂറായിട്ട് 1.5 മണിക്കൂർ മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് പരിപാടി തുടങ്ങാമെന്ന്. അപ്പം ഇത് വെച്ച് ഇത് വിളയിച്ചൊന്നും വെക്കുമല്ല, നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് ഇച്ചിരി നെയ്യ് ചേർക്കും, അത് ലാസ്റ്റ് ചുടുന്നതിന് മുമ്പ്. എന്നിട്ട് എങ്ങനെയാണെന്നറിയാമോ, അതെ കാണിച്ചു തരാവേ. അപ്പം നെയ്യുടെ ഇതും ടേസ്റ്റും കൂടെ വന്നാൽ നല്ലതല്ലേ. നെയ്യ് സ്വല്പം ചേർന്ന് കഴിഞ്ഞു. അപ്പം കൂഴച്ചക്കപ്പഴത്തിൻ്റെ പൾപ്പെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം വേനൽക്കാലത്ത് മഴ പിടിക്കുന്നതിന് മുമ്പ് വെച്ചതുകൊണ്ട് സ്വല്പം മധുരമുണ്ട് ചക്കയ്ക്ക് ഓൾറെഡി. മഴ പിടിച്ച് കഴിയുമ്പോൾ പിന്നെ വെള്ളം ഇറങ്ങിയൊക്കെ മധുരം കുറയും. ഇനി നമുക്ക് വാഴയിലയിലാട്ടോ നമ്മളിത് ചെയ്യണം. വാട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ചുമ്മാ അതെ ഇങ്ങനെ മടക്കി എടുക്കാൻ എളുപ്പത്തിന്. അല്ലെങ്കിൽ എന്നാന്നോ, 1 വാഴയില വാട്ടിയിലിങ്ങനെ മടക്കാൻ പറ്റില്ല, പൊട്ടും. 2 നല്ലൊരു നല്ലൊരു സ്മെല്ലും വരും അതിന്. അപ്പം നമുക്ക് ഇതേ എല്ലാം ഓൾറെഡി വാട്ടി വെച്ചേക്കോ പറഞ്ഞെടുക്കാൻ. ചെറിയ ഇടയാട്ടോ പരത്തിച്ചുടുന്നത്, ഒരു ക്യൂട്ടായിട്ടുള്ള ഇട. വരിക്കച്ചക്കപ്പഴം വിളയിച്ച് വെച്ചിട്ടുള്ള അട നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ട്. പിന്നെ ചക്കയപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്, ഈ മോഡൽ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് വാഴയിലയിലേക്ക് വെച്ചിട്ട് കൈ കൊണ്ട് നിരത്തണം കേട്ടോ. കൈ കൊണ്ട് നിരത്തുമെന്നില്ല, ചൂട് വെക്കട്ടെ കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുകയും മാവിൽ ഒട്ടിപ്പിടിക്കായിരിക്കും. അതെ, ചുമ്മാ വെള്ളത്തിൽ. എന്നിട്ട് ഇതേ കണ്ടു പരമാവധി കനം കുറഞ്ഞിരുന്ന അതാ നല്ലത്. പിന്നെ ഇത് വേറൊരു ഗുണമുണ്ട്, രണ്ടായിട്ടിത് മടക്കൂല, 1 ലെയറായി മാവ് ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പുറത്തുനിന്ന് ഇല ഇങ്ങനെ മടക്കുള്ളൂ. ഈ അകത്തൊന്നും വെക്കണില്ലല്ലോ. പൾപ്പിൽ തന്നെ തേങ്ങയും ശർക്കരയും അരിപ്പൊടിയും ചേർത്ത് വെക്കുമല്ലോ. അപ്പം പിന്നെ ഇച്ചിരി കട്ടി ഇരുന്നാലും കുഴപ്പമില്ല. എന്നാലും പരമാവധി നമുക്ക് നൈസാണ് കേട്ടോ. ഈ പഴയ അമ്മച്ചിമാർ നല്ല ക്ഷമയോടുകൂടി ഇതിങ്ങനെ
നല്ല ഇതാക്കിയെടുക്കും പരത്തിൽ. കുഞ്ഞട ഇത്ര മതി. ഇത്ര മതി മതി. ഇനിയിപ്പോൾ എന്നാ ഇങ്ങനെ അറിയാം, മതി ഈ സൈഡ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇത്രേ ഉള്ളൂ. അപ്പോൾ 1 ലെയറായിട്ട് അടയിരിക്കുള്ളൂ. ഇല ഇങ്ങനെ മടക്കി ഇതാക്കി വെക്കും. വാട്ടിയേക്കണാരും ഒട്ടും പൊട്ടില്ല. അത് തന്നെയല്ലേ ദേ ഇവിടെ പതുക്കെ ഇങ്ങനെ ചുരുട്ടി വെക്കും. ഒരു 3-4 ആക്കി വെച്ച് നമുക്ക് അപ്പച്ചെമ്പിൽ വെക്കാം. ഓരോന്നോരോന്ന് വെക്കുവാണ്. വെള്ളം തേകുന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഓരോന്നേനെ വെച്ച് കൊടുക്കാം. അങ്ങനെയൊന്നും നോക്കാനില്ല, ചുമ്മാ 3 എണ്ണമൊക്കെ വെക്കാം അല്ലേ? 3, 4 ഒക്കെ വെക്കാം. ഞാനിപ്പോൾ 3 എണ്ണത്തിലങ്ങ് ഒതുക്കുക. കാരണം 2-3 എണ്ണം കൂടെ പിന്നെ ഉള്ളു. അപ്പോൾ 2 സെറ്റായിട്ട് അങ്ങ് വെക്കാമല്ലോ എന്ന് കരുതിയാ. ഇവിടെ ഇരുന്ന് വേകുമ്പോൾ മറിച്ചിടണമെങ്കിൽ മറിച്ചിടേണ്ടി വരില്ല, 1 ലെയർ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ കാണിക്കാം. അടയ്ക്കട്ടെ. നമുക്ക് ദേ ഒരു 10-11 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കാമേ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ആവി പിടിക്കും. അടയ്ക്കട്ടെ. നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ടേ കഴിക്കാവുള്ളൂ. അപ്പം മൊത്തം വിട്ടു പോരുവോളൂ. സൂപ്പറാ. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ചൂടാറിയിട്ട് നമുക്ക് കഴിക്കണേ എടുക്കാം കേട്ടോ. അതെ. കൂടാ ഞാൻ ഈ തട്ട് വെച്ച് ഇങ്ങനെ ഒരു ഇഡലി തട്ടും കൂടെ വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. ഇങ്ങനെ അട ഇതൊക്കെ പുഴുങ്ങുമ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഈ വെള്ളം ലീക്ക് ചെയ്ത് മുകളിലേക്ക് വരാതിരിക്കാൻ. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ അടിയിൽ മറ്റേ തട്ടിരിക്കുമല്ലേ, ആ തട്ടിൽ നിന്ന് വെള്ളം ചിലപ്പോൾ ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഈ ഹോൾസ് വഴി അപ്പത്തിൻ്റെ ഇതിലേക്ക് വരും. അപ്പം ഞാനൊരു ന്യൂജന് വേണ്ടി പറയണതായത്. പഴയ ആൾക്കാർ അല്ല എൻ്റെ പ്രായമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പം നമ്മൾ ഇതും കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നനവ് കിട്ടൂല. അവിയിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പം കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ ഒഴിക്കണം. ഒരു ട്രിപ്പ് കഴിഞ്ഞല്ലോ. അപ്പം വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളം അപ്പച്ചെമ്പിലെ പറ്റിപ്പോവും കേട്ടോ. എന്നിട്ട് ഇതങ്ങ് ഒഴിച്ചേക്കാം. അതാ നല്ല ഒരു 10-11 മിനിറ്റ് ആട്ടോ എടുത്തോളൂ ഇത് വേവാൻ. അതെന്താണെന്നറിയാമോ, പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു 1 ലെയർ ആണ്, ഇങ്ങനെ മടക്കി വെക്കണില്ലല്ലോ ഇത്. അപ്പം അതുകൊണ്ടാണ് വേവ് പെട്ടെന്ന് വേവുന്നുള്ളത്. ഇനി 2 എണ്ണം കൂടെ ഉള്ളു. അതും കൂടെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു, ഓൺ ചെയ്തിട്ടോ. അപ്പോൾ എല്ലാ അടയും ചുട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചത് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇതിപ്പോൾ കൂഴച്ചക്ക കൊണ്ടായിരുന്നു നമ്മൾ ചുട്ടത്. ഭയങ്കര രുചിയായിരുന്നു. നിങ്ങൾക്ക് ചക്കയൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് 4 മണി പലഹാരമൊക്കെ ഇതുപോലെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ചക്ക വിളയിച്ച് അട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതും ഈക്വലി ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു, സ്റ്റേ സേഫ്.